എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ ഇന്ന് നമ്മൾ ചെയ്യാൻ പോകുന്നത് പലരും കമൻറ്റ് ചെയ്ത് ചോദിച്ചിട്ടുണ്ടായിരുന്നു നമ്മൾ ചേർക്കുന്ന ഗരം മസാല. അപ്പോൾ അതിൻ്റെ റെസിപ്പി എങ്ങനെയാണെന്നുള്ളത്. അപ്പോൾ പല വീഡിയോകളിലും ചോദിക്കാറുണ്ട്, ഗരം മസാല ചേർക്കാറുണ്ട്, പക്ഷേ അതിൻ്റെ റെസിപ്പി എങ്ങനെയാണ് ചെയ്യുന്നത്, ഏത് തരത്തിലുള്ള ഗരം മസാലയാണ് ഉപയോഗിക്കുന്നത് എന്നുള്ളത് പലരും ചോദിക്കാറുണ്ട്. അപ്പോൾ ഞാനത് വീട്ടിൽ പൊടിച്ചെടുക്കുന്ന മസാലയാണ്, കടയിൽ നിന്ന് മേടിക്കുന്ന മസാലയല്ല. അപ്പോൾ അതെങ്ങനെയാണ്, അതിൻ്റെ എത്ര റേഷ്യോ വെച്ചിട്ടാണ് ചേർക്കുന്നത് എന്നുള്ളതിൻ്റെ വീഡിയോ നമുക്കൊന്ന് കണ്ടുനോക്കാം. നമ്മളൊരു ഇരുമ്പിൻ്റെ കടായി എടുത്തിട്ടുണ്ട്. ഇതിലേക്ക് നമുക്ക് പെരുംജീരകം ചേർത്ത് കൊടുക്കാം. അപ്പോൾ നമ്മളെടുത്തിരിക്കുന്ന പെരുംജീരകം 5 ടേബിൾ സ്പൂണാണ്. അപ്പോൾ ഏകദേശം അല്ല 55 ഗ്രാമോളം തൂക്കം വരും. ഒരു ടേബിൾ സ്പൂൺ എന്ന് പറയുമ്പോഴത്തേക്കും പെരുംജീരകം 11 ഗ്രാമോളം വരും. അപ്പോൾ നമ്മൾ പെരുംജീരകം ചേർത്തിട്ടുണ്ട്. അപ്പോൾ പെരുംജീരകമാണ് ഇതിൽ കൂടുതൽ വരുന്നത്. ഇനിയിപ്പോൾ അടുത്തായിട്ട് നമുക്ക് ഇതിലേക്ക് ചേർക്കാനായിട്ടുള്ളത് കുരുമുളകാണ്. നമ്മൾ 1 ടേബിൾ സ്പൂൺ കുരുമുളക് ചേർത്തിട്ടുണ്ട്. നമ്മൾ 1 ടേബിൾ സ്പൂൺ പട്ട കഷ്ണം ചേർത്തിട്ടുണ്ട്. പിന്നീട് നമുക്കിതിലേക്ക് തക്കോലം എടുത്തിട്ടുണ്ട്. ഒരു 4 തക്കോലം ചേർത്തിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് ചേർക്കാനുള്ളത് ഗ്രാമ്പുമാണ്. ഗ്രാമ്പു ഞാൻ എണ്ണോണം എടുത്തേക്കണം. 50 ഗ്രാമ്പു ചേർത്തിട്ടുണ്ട്. പിന്നീട് നമുക്കിതിലേക്ക് ചേർക്കാനുള്ളത് ജാതിപത്രിയാണ്. 2 എണ്ണം ജാതിക്കട പുറമേ വരുന്നത് 2 എണ്ണം ചേർത്തിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് ചേർക്കാനായിട്ടുള്ളത് ഏലക്കയാണ്. ഏലക്ക 15 ഏലക്ക എടുത്തിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ഇതൊന്ന് ഡ്രൈ റോസ്റ്റ് ചെയ്ത്, അപ്പോൾ നമ്മൾ സ്റ്റൗ കത്തിച്ച് കൊടുത്തിട്ടുണ്ട്. ബ്യൂട്ടേൻ്റെ സ്റ്റൗവാണ്. അപ്പോൾ നമുക്ക് ഇതൊന്ന് ഡ്രൈ റോസ്റ്റ് ചെയ്തെടുക്കാം. എണ്ണയൊന്നും ചേർക്കേണ്ട കാര്യമൊന്നുമില്ല, ജസ്റ്റ് ഒന്ന് ചൂടായാൽ മതി. ഇതിൽ നമ്മൾ വേറെ ഒന്നും ചേർത്തിട്ടില്ല. ഷാജീരകമൊന്നും നമ്മൾ ചേർത്തിട്ടില്ല. അതിൻ്റെ ആവശ്യമില്ല. ഞാൻ എടുക്കുന്ന മസാല ഈ ഒരു തരത്തിലാണ്. ഇത് വളരെ നല്ല സ്മെല്ലും അതുപോലെ നല്ല ടേസ്റ്റും, കറിക്ക് ടേസ്റ്റും തരാറുണ്ട് ഇത്തരത്തിലുള്ള. അപ്പോൾ പട്ട ഒരു കാരണവശാലും കൂടരുത്. പട്ട കൂടി കഴിയുമ്പോഴത്തേക്കും ഗരം മസാലയ്ക്ക് ഒരു ടേസ്റ്റ് വ്യത്യാസം വരും. അപ്പോൾ പെരുംജീരകമാണ് അതിൽ റേഷ്യോയിൽ കൂടുതൽ വേണ്ടത്. അപ്പോൾ നമ്മളെടുത്തിരിക്കുന്നത് 55 ഗ്രാം പെരുംജീരകം നമ്മളെടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ 1 ടേബിൾ സ്പൂൺ കുരുമുളക്, 1 ടേബിൾ സ്പൂൺ പട്ട കഷ്ണം, പിന്നീട് 4 തക്കോലം, 2 ജാതിപത്രി, 15 ഏലക്ക, അതുപോലെ ഗ്രാമ്പു 50 എണ്ണമാണ് എടുത്തേക്കണം. ഏകദേശം 50 എന്ന് പറയുമ്പോഴത്തേക്കും നമുക്കൊരു ടീസ്പൂൺ അത്രയൊക്കെ വരുള്ളൂ. ഇത് ലൈറ്റായിട്ട് നമുക്കൊന്ന് ചൂടാക്കി എടുക്കാം. എന്നിട്ട് നമുക്കിത് പൊടിക്കണം. അപ്പോൾ മസാല ചൂടായിട്ടുണ്ട്. നമുക്ക് സ്റ്റൗ ഓഫ് ചെയ്ത് കൊടുക്കാം. അധികം നേരം വെക്കണ്ട, ജസ്റ്റ് ഒന്ന് ചൂടായാൽ മതി. പിന്നെ നമുക്കിനി നേരെ മിക്സിയുടെ ജാറിലേക്ക് ഇട്ടിട്ട് നമുക്കിതൊന്ന് പൊടിച്ചെടുക്കാം. അപ്പോൾ മസാല നമുക്ക് നേരെ മിക്സിയുടെ ജാറിലേക്ക് നമുക്ക് ചേർത്ത് കൊടുക്കാം. എന്നിട്ട് നമുക്ക് അപ്പോൾ നമ്മൾ മിക്സിയിൽ പൊടിച്ച് മസാല എടുത്തിട്ട് ഒരു ഗ്ലാസ് ബൗളിൽ എടുത്തിട്ടുണ്ട്. അപ്പോൾ നമ്മൾ ഈ ഒരു മസാലയിൽ നമുക്ക് പെരുംജീരകമാണ് കൂടുതൽ വേണ്ടത്. പെരുംജീരം മുമ്പിലായിരിക്കണം. പിന്നെ അതുപോലെ പട്ട ഒരിക്കലും ഒരു കാരണവശാലും കൂടരുത്. അതുപോലെ ഗ്രാമ്പും ഈ ഒരു കറക്റ്റ് അളവിൽ തന്നെ പൊടിച്ചാൽ മതി. അപ്പോൾ നമ്മളിതിപ്പോൾ വളരെ കുറച്ച് ക്വാണ്ടിറ്റിയാണ് പൊടിച്ചത്. അതായത് 55 ഗ്രാം പെരുംജീരകത്തിന് ബാക്കി വരുന്ന റേഷ്യോയാണ് എടുത്തേക്കണം. അപ്പോൾ ഇതിൻ്റെ കൃത്യമായിട്ടുള്ള തൂക്കവും കാര്യങ്ങളൊക്കെ ഞാൻ വീഡിയോൻ്റെ താഴെ കൊടുത്തേക്കാം. അതുപോലെ ഇത് നമ്മൾ കുറച്ചധികം ക്വാണ്ടിറ്റി എടുത്തിട്ട് ഒരു 150 ഗ്രാം പെരുംജീരകം അല്ലെങ്കിൽ എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ഈ ഒരു റേഷ്യോ വെച്ചിട്ട് നമ്മൾ കൂട്ടിയെടുത്തിട്ട് ഇതുപോലെ ജസ്റ്റ് ഒന്ന് ചൂടാക്കി പൊടിച്ച് എടുത്ത് നമ്മളൊരു എയർ ടൈറ്റ് ആയിട്ടുള്ള ജാറിൽ വെച്ച് കഴിയുമ്പോഴത്തേക്ക് നമുക്ക് അധികം കാലത്തേക്ക് നമുക്ക് ഗരം മസാല ഉപയോഗിക്കാനുണ്ട്. അപ്പോൾ ഇത് വളരെ ടേസ്റ്റ് ആയിട്ടുള്ള ഒരു മസാല. നമ്മൾ പുറത്തുനിന്ന് മേടിക്കുന്നതിനേക്കാളും ബെറ്ററാണ് നമ്മൾ പൊടിച്ചെടുക്കുമ്പോഴത്തേക്കും. എല്ലാ പട്ട, ഗ്രാമ്പു, ഏലക്ക, കുരുമുളക്, തക്കോലം, ജാതിപത്രി, പെരുംജീരകം ഇതെല്ലാം കൂടി ചേർത്തിട്ടാണ് നമ്മൾ ഈ ഒരു മസാല തയ്യാറാക്കിയിരിക്കുന്നത്. അപ്പോൾ തീർച്ചയായിട്ടും അപ്പോൾ ഇത് ഒരുപാട് പേര് കമൻറ്റ് ചെയ്ത് ചോദിച്ചുകൊണ്ടാണ് ഞാൻ ഈ ഒരു ചെറിയൊരു വീഡിയോ ഞാൻ ചെയ്തേക്കണം ഗരം മസാലയുടെ. എങ്ങനെയാണ്, അതായത് ഞാൻ ഗരം മസാല എന്ന് പറഞ്ഞു പോകാറുള്ളൂ. അതിൻ്റെ ഒരു റെസിപ്പി ഞാൻ എന്താണെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ അതെങ്ങനെയാണ് അതിൻ്റെ ഒരു കൂട്ടും കാര്യങ്ങളും ഞാൻ എടുക്കുന്ന ഒരു റേഷ്യോ ഇത്തരത്തിലാണ്. അപ്പോൾ എല്ലാവരും തീർച്ചയായിട്ടും ഈ ഒരു ഗരം മസാല റെസിപ്പി അതുപോലെ ഇതിന് മുന്നേ വീഡിയോസും ജസ്റ്റ് ഒന്ന് കണ്ടുവെക്കാം. വീഡിയോ ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. സബ്സ്ക്രൈബ് ചെയ്ത ആൾക്കാരാണ് ചാനൽ കാണുന്നതെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കാം.